സ്പിരിച്വൽ ഗ്രോത്ത് അഥവാ ആത്മീയ വളർച്ച ക്രിസ്തുവിശ്വാസികളായ എല്ലാവരിലും കാണപ്പെടേണ്ട ദൈനംദിന പ്രക്രിയ അത്രേ. നാം എങ്ങനെ വളരണമെന്നും എത്രത്തോളം വളരണമെന്നും ഏതൊക്കെ കാര്യങ്ങളിൽ വളരണമെന്നും നമ്മെ പ്രബോധിപ്പിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാചകം അത്രേ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ഒന്ന്, നമ്മുടെ ആത്മീയ വളർച്ച സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടിയത്. അതായത് സ്നേഹത്താൽ പ്രചോദിതമായ സത്യസന്ധമായ ആശയവിനിമയമായിരിക്കണം ഒരു സത്യക്രിസ്ത്യാനിയിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതായിരിക്കണം വായ് പ്രസ്താവിക്കേണ്ടിയത്. ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് സ്നേഹവുമായിരിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഭോഷ്കിൻ്റെ വാക്കല്ല, ലജ്ജിപ്പിക്കുവാൻ കാരണമാകുന്ന അപവാദത്തിൻ്റെ വാക്കുമല്ല, പകരം അവരെ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഷയത്രേ നമ്മിൽ നിന്നും പുറത്തേക്ക് വരേണ്ടിയത്. 2, നമ്മുടെ ആത്മീയ വളർച്ചയുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ തലയോളം എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നതത്രേ. To be more like Christ is to imitate his character, values, actions, his humility, love, obedience to God and self-sacrifice. ക്രിസ്തുവിനെ പോലെയാകുക എന്നാൽ അവിടുത്തെ സ്വഭാവം, മൂല്യങ്ങൾ, പ്രവൃത്തികൾ, അവിടുത്തെ എളിമ, സ്നേഹം, ദൈവത്തോടുള്ള അനുസരണം, ആത്മത്യാഗം അനുകരിക്കുക എന്നതാണ്. 3, ഗ്രോ ഇൻ എവ്രി വേ, സകലത്തിലും വളരണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ മാത്രം വളരുക എന്നല്ല, സ്നേഹം, ക്ഷമ, വിനയം, സേവനം, വിശ്വാസം എന്നിവയിലും വളരണം. നമുക്ക് ദൈവവചനത്തിൻ്റെ ആഴത്തിലിറങ്ങുവാൻ ശ്രമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യം ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അത്രേ. ഈ വളർച്ച സമഗ്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും ക്രിസ്തുവിനെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന മേഖലകളായിത്തീരണം. ചുരുക്കത്തിൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം ക്രിസ്തുമയമായിരിക്കണം. എവ്രി ക്രിസ്ത്യൻ ഈസ് ടു ബിക്കം എ ലിറ്റിൽ ക്രൈസ്റ്റ്. ഓരോ ക്രിസ്ത്യാനിയും ഒരു ചെറിയ ക്രിസ്തുവായി മാറുക. ദ ഹോൾ പർപ്പസ് ഓഫ് ബിക്കമിങ് എ ക്രിസ്ത്യൻ ഈസ് സിംപ്ലി നത്തിങ് എൽസ്. ക്രിസ്ത്യാനിയായിരിക്കുന്നതിൻ്റെ മുഴുവൻ ഉദ്ദേശ്യവും മറ്റൊന്നുമല്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.